തിരുനെൽവേലി ജില്ലയിലെ നാങ്കുനേരി താലൂക്കിലെ കൂന്തംകുളം പക്ഷി സങ്കേതത്തിലാണ് ഇപ്പോഴുള്ളത്. ദക്ഷിണേന്ത്യയിലെ ജലപക്ഷികളുടെ പ്രജനനത്തിനുള്ള ഏറ്റവും വലിയ സംരക്ഷിത പ്രദേശമാണ് കൂന്തംകുളം പക്ഷി സങ്കേതം. സൈബീരിയയിൽ നിന്നുള്ള ബാർ ഹെഡഡ് ഗോസ്, സാൻഡ് പൈപ്പർ, കോമൺ ടെയിൽ, ഗ്രീൻ സാൻഡ് പൈപ്പർ, വടക്കൻ പിൻടെയിൽ, വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഗ്രേറ്റർ ഫ്ലമിംഗോ, വെള്ളക്കോഴി തുടങ്ങി 43-ലധികം പക്ഷികൾ എല്ലാ വർഷവും ഇവിടം സന്ദർശിക്കുന്നു. ഡിസംബറോടെ ഇവിടെ എത്തുന്ന പക്ഷികൾ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ മുതിർന്ന പക്ഷികളോടൊപ്പം പറക്കാൻ പ്രായമാകുന്നതോടെ ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസങ്ങളിൽ സ്വദേശങ്ങളിലേക്ക് മടങ്ങുകയാണ് പതിവ്. കൂന്തംകുളം ഗ്രാമസമൂഹമാണ് ഈ വന്യജീവി സങ്കേതം സജീവമായി സംരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. പ്രദേശവാസികൾ ഈ വന്യജീവി സങ്കേതം സംരക്ഷിക്കുന്നതിൽ അതീവ താൽപര്യം കാണിക്കുന്നു. ഗ്രാമീണർ അവരുടെ വീട്ടുമുറ്റത്തേക്ക് വരുന്ന പക്ഷികളെ ഭാഗ്യമായി കണക്കാക്കുകയും പക്ഷികളെയും അവയുടെ കൂടുകളെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷികൾ പേടിക്കാനുള്ള സാധ്യത മുൻനിർത്തി ദീപാവലി ഈ തമിഴ്നാടൻ ഗ്രാമത്തിൽ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാറില്ല. കൂടുകളിൽ നിന്ന് താഴെ വീഴുന്ന പക്ഷികളെ സ്വന്തമായി പറക്കാൻ കഴിയുന്നതുവരെ ഈ ഗ്രാമവാസികൾ സംരക്ഷിക്കുന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കിലോമീറ്ററുകൾ താണ്ടി പ്രജനനത്തിനായി ഇവിടെ എത്തുന്ന പക്ഷികളും അവയുടെ സംരക്ഷണം സ്വയം ഏറ്റെടുത്തുകൊണ്ട് എപ്പോഴും ജാഗരൂകരായിരിക്കുന്ന ഗ്രാമീണവാസികളും പക്ഷി നിരീക്ഷണത്തിനായി ഇവിടെ എത്തുന്ന ആളുകളും എല്ലാം ചേർന്ന് കൂന്തംകുളം എപ്പോഴും സജീവമാണ്. AD 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ശെമ്പകരാമനല്ലൂർ ജഗന്നാഥ പെരുമാൾ ക്ഷേത്രത്തിലേക്കാണ് ഇനിയുള്ള യാത്ര. ചേര കാലഘട്ടത്തിലാണ് ഈ ക്ഷേത്ര മതിലുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അംബാസമുദ്രത്തിനടുത്തുള്ള മാന്നാർ കോവിലിനോടും തിരുക്കുറുങ്കുടിയിലെ നമ്പി ദിവ്യദേശത്തോടും സാമ്യമുള്ള ഒരു പുരാതന ക്ഷേത്രമാണിത്. ചേര രാജാവായ ഉദയമാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായ രാമവർമ്മയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് കഥ. ചേര രാജാവിന് രാജഗോപുരം പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ കിഴക്കേ പ്രവേശന കവാടത്തിലെ ഗോപുരം ഇന്നും അപൂർണമാണ്. പുരിയിൽ ജഗന്നാഥനെ ദർശിച്ച ശേഷം മടങ്ങിപ്പോവുകയായിരുന്ന അദ്ദേഹം ഈ പ്രദേശത്തെത്തി ഒരു രാത്രി ആ ഗ്രാമത്തിൽ താമസിക്കുകയും പുരി ജഗന്നാഥൻ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഈ സ്ഥലത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചുവെന്നും പറയപ്പെടുന്നു.
ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ശ്രീയും ഭൂദേവിയുമുള്ള ജഗന്നാഥൻ്റെ വിഗ്രഹം സ്ഥാപിക്കുകയും ജഗന്നാഥ പെരുമാൾ സന്നിധിയുടെ തെക്കുഭാഗത്ത് സെമ്പകവല്ലി നാച്ചിയാർക്കായി പ്രത്യേക സന്നിധിയും നിർമ്മിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ മാനിച്ച് പ്രവേശന കവാടത്തിനുള്ളിൽ ശെമ്പകരാമവർമ്മയുടെ ഒരു വിഗ്രഹവും കാണാം. പതിനാലാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട നിരവധി ലിഖിതങ്ങൾ ക്ഷേത്രത്തിനുള്ളിലുണ്ട്. കഴിഞ്ഞ 40 വർഷമായി ഗോപാലഭട്ടർ വലിയ ശമ്പളമില്ലാതെ ക്ഷേത്രത്തിന്റെ സംരക്ഷണം സ്വയം ഏറ്റെടുത്ത് നടത്തുകയാണ്. ക്ഷേത്രത്തിന് കിഴക്കുവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന പ്രത്യേക മണ്ഡപത്തിൽ വിശേഷ ദിവസങ്ങളിൽ തിരുമഞ്ജനവും കല്യാണ ഉത്സവവും നടത്തപ്പെടുന്നു. ക്ഷേത്രത്തിനുള്ളിൽ ഒരു ലക്ഷ്മി നാരായണ സന്നിധിയുണ്ട്. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നാരങ്ങയിൽ നെയ്വിളക്ക് കൊളുത്തിയാൽ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ട്രെയിനിൽ നാങ്കുനേരിയിൽ എത്തിച്ചേർന്നാൽ അവിടെ നിന്ന് മൂലക്കരിപ്പെട്ടി ഭാഗത്തേക്ക് ബസ് സർവീസ് ഉണ്ട്. ശെമ്പകരാമനല്ലൂർ ജംഗ്ഷനിൽ ഇറങ്ങിയാൽ ക്ഷേത്രത്തിലേക്ക് ഷെയർ ഓട്ടോകളും ലഭ്യമാണ്. കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു മനോഹര സ്ഥലത്തിൻ്റെ വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും നിങ്ങൾക്കെൻ്റെ നമസ്കാരം.